വന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നത് ഒരേ കാര്യം. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്, പക്ഷെ വേറെ രീതിയിൽ. ആ വന്ന് കിടന്ന് കരയുന്നു. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ. നീയായിരുന്നു എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഈ ഒരു സോങ് വന്നത് തൊട്ട് പക്ക നെഗറ്റീവ് റിവ്യൂ ആണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. വരികൾ കൊള്ളാം, നല്ല കവിത, പക്ഷേ സത്യം പറഞ്ഞ ബോറടിച്ചു. കുട്ടി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരത്തിൽ കയറാതിരിക്കൂ. സോങ്ങിന്റെ സ്കോറ് വടുക്കട്ടും ടെപ്സി തെക്കിട്ടും. ഇതാണ് സോങ്ങിന്റെ അവസ്ഥ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? അവര് പറയണ ഞാൻ പാടാം. ഏത് ലെവല് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടാണത്. ആ പടത്തിന് ഇങ്ങനെ ഒരു സോങ് വന്നതോടുകൂടി പടത്തിന്റെ മൊത്തം ഹൈപ്പും പോയി പടം മൊത്തം നെഗറ്റീവായി തുടങ്ങി. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ശരിക്കും അതൊരു സോങ് ആണോ അതോ ടെപ്സി കരയാണോ എന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ആ പാട്ട് പുറത്തിറങ്ങിയപ്പോൾ. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. പുലിവാലി കല്യാണം ഫിലിമില് ടൈപ്പർ കാർഡില് കാസറ്റിന്റെ ഓല പൊടിഞ്ഞ അവസ്ഥയാണ് ടെപ്സിന്റെ പാട്ട് ഇപ്പൊ കേൾക്കാൻ. മൊത്തം പൊളിക്കേണ്ടി വരും. പൂപ്പൽ പിടിച്ച കാസറ്റ് ഇട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണ്. എനിക്ക് ഒരുമാതിരി പരമരപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ, ആ ഒരു രീതി എനിക്കും ഫീൽ ചെയ്തുള്ള കാര്യം പറയാലോ. നീ ഇനി പറഞ്ഞേട്ടാ, ഈ ഒറിജിനൽ വേർഷൻ വരുമ്പോ മനസ്സിലാവും ശരിക്കും എന്താണെന്നുള്ളത്. കേട്ടോ ബാലു, എന്നോടിത് വേണ്ടായിരുന്നു. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. എന്താ പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. അപ്പൊ എനിക്ക് എന്ത് ഉപദേശമാണ് നിനക്ക് തരാനുള്ളത്? എനിക്ക് നിന്നോട് ഒരു ഉപദേശം തരാനുള്ളൂ. ഡോണ്ട് ഷൗട്ട്.